എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കേണ്ടത്, അതുപോലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, ചില വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ടതില്ല, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷനായിട്ടൊന്നും പോവേണ്ടതില്ല, സ്കൂളിൽ പോയാലും അഡ്മിഷൻ തരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ ഏറ്റവും താഴെയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി നിങ്ങൾ മെറിറ്റ് സീറ്റിലേക്ക്, അതായത് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും അതുവഴിയാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് കൂടി ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതായത് രണ്ട് ലിങ്കും ക്ലിക്ക് ചെയ്ത് അതായത് ആപ്ലിക്കേഷൻ നമ്പറും ഈ ഒരു പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് രണ്ടിൻ്റെയും ആ ഒരു റിസൾട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആ ഒരു ലിങ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതുപോലെ പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക, ഇത്രയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അടുത്ത പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ്, SSLCയുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾ എത്ര പ്രാവശ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പച്ച കളറിലായിട്ട് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഓപ്ഷനിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും ഏത് കോഴ്സിനാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും അതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുക. വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്, അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള രണ്ട് ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള സ്കൂളുകളിലെ നിങ്ങളുടെ റാങ്കും അതുപോലെ അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ, അതായത് ഏറ്റവും അവസാനം കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കൂൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്കും അതുപോലെ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പേജിൽ തന്നെ ബാക്ക് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് മൊബൈൽ വഴി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു തവണ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട്, അതായത് ഫൈനൽ സബ്മിറ്റ് അല്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതാണ് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് 2 ദിവസത്തോളം സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ ചാടിപ്പുറപ്പെട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഓപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വീണ്ടും കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ്റെ, അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിൽ നിങ്ങളുടെ കാസ്റ്റ് ശരിയാണോ, റിലീജിയൻ ശരിയാണോ, കാറ്റഗറി ശരിയാണോ, ഇതുപോലുള്ള, അതായത് കാറ്റഗറിയൊക്കെ ചില വിദ്യാർത്ഥികളുടെ തെറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ വ്യൂ പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരും. ആ ഒരു ഡൗൺലോഡായിട്ട് വരുന്ന ആ ഒരു PDF-ൽ നിങ്ങൾക്ക് കോഡ് 1 ഉണ്ടാവില്ല. കോഡ് 1 ജനറൽ വിഭാഗമാണ്. അതുപോലെ കോഡ് 2, കോഡ് 3, കോഡ് 4 ഈ ഒരു രീതിയിൽ ഓരോ കോഡ് കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരെയായിട്ട് ഏത് കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കട്ടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കട്ടി കുറച്ചിട്ട് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്, അതുപോലെ അതിൽ നിങ്ങളുടെ കാറ്റഗറി ശരിയായ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയാം. ഇവിടെ ETB എന്ന് പറഞ്ഞുകൊണ്ടൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ ഇയവ, തീയ, ബില്ലാവ അതുപോലെ തന്നെ കുറച്ച് വിഭാഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചില സമയത്ത് അവർ കൊടുക്കുക ചിലപ്പോൾ ഈ ഒരു ഇയവ, തീയ, ബില്ലാവ എന്നുള്ള ഒരു ETB എന്നുള്ളതിന് പകരം അവർ മറ്റെന്തെങ്കിലുമൊക്കെ അറിയാതെ കൊടുത്തു പോകും. അപ്പോൾ അങ്ങനെ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഥവാ കമ്മ്യൂണിറ്റി സീറ്റിലാണ് കിട്ടിയതെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടില്ല. പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാടിപ്പുറപ്പെട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കരുത്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ പേര് എന്തെങ്കിലും സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഏജ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി അതായത് കാസ്റ്റിൻ്റെ കാറ്റഗറി, അതുപോലെ തന്നെ റിലീജിയണ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ, അതായത് അതിൽ കൂട്ടിച്ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നൽകിയ സർട്ടിഫിക്കറ്റിൻ്റെ എന്തെങ്കിലും കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് അതായത് റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് ചില വിദ്യാർത്ഥികൾ കയ്യിൽ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, ഇല്ലെങ്കിലും യെസ് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് EWS സർട്ടിഫിക്കറ്റ് കയ്യിലില്ലെങ്കിൽ യെസ് കൊടുക്കരുത്, നോ എന്നേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ വർഷമല്ല ഒരു മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു ചില വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് കിട്ടാതെ യെസ് കൊടുക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാതെ പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ EWS സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ നോ എന്ന് തന്നെ കൊടുക്കേണ്ടതാണ്. യെസ് ഒന്നും അറിയാതെ പോയിട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ ഓപ്ഷൻസിൽ, അതായത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് താല്പര്യം, ആ ഒരു താല്പര്യമുള്ള കോഴ്സുകളിൽ എല്ലാ സ്കൂളുകളിലേക്കുമുള്ള ഓപ്ഷനുകൾ ആദ്യം കൊടുക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ ആദ്യം എല്ലാ സ്കൂളുകളിലും ബയോളജി സയൻസ് കൊടുക്കുക. പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. പിന്നീട് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് കൊടുക്കുക. പിന്നീട് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ചിട്ട് ആയിരിക്കണം ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ ഓപ്ഷൻസ് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. നൽകിയ ഓപ്ഷൻസിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ കൊടുത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ പുതിയ ഓപ്ഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിരവധി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അതുപോലെ അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒഴികെ അതുപോലെ മൊബൈൽ നമ്പർ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാടിപ്പുറപ്പെട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം പല വിദ്യാർത്ഥികളും പോയിട്ട് കൺഫർമേഷൻ കൊടുക്കും. എന്നാൽ ആ ഒരു ചില വിദ്യാർത്ഥികളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഒറ്റൊരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് കൺഫേം ചെയ്തു പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പിന്നീട് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ കൺഫർമേഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിലൊക്കെ മാത്രമേ വീണ്ടും ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സിനായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളും ആയിരിക്കണം ഒന്നാമത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കേണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇത് നിങ്ങളോട് പറയാൻ കാരണം എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനൊക്കെ പോയിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സൊക്കെയാണ് വെച്ചത് എങ്കിൽ നിങ്ങൾക്ക് അത് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫർ ഒക്കെ കിട്ടാനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം ഒരു തേർഡ് ട്രാൻസ്ഫറിനൊക്കെ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നീടുള്ള ഓരോ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോഴ്സുള്ള
സ്കൂളുകൾ ആണ് സെക്കൻഡ് ഓപ്ഷനായിട്ടും തേർഡ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു താല്പര്യമുള്ള കോഴ്സുള്ള സ്കൂളുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻ കൊടുക്കുന്ന അതായത് കോഴ്സ് ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം +2 ശേഷം നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ച് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഇത് നിങ്ങളോട് പറയാൻ കാരണം ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു വിദ്യാർത്ഥി ആ ഒരു വിദ്യാർത്ഥിക്ക് നഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആവാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ബയോളജി സയൻസ് എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഡോക്ടർ അതുപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മെഡിക്കൽ ഫീൽഡിൽ പോകാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ബയോളജി സയൻസ് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും സ്കൂളുകൾ ഓപ്ഷനുകളായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓക്കെ ഗോയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മെസ്സേജ് ഉണ്ടാവും. അതായത് നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവിധ എഡിറ്റുകളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കൺഫർമേഷൻ ചെയ്യാവുള്ളൂ. കാരണം കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലൊരു മെസ്സേജ് കാണും. അപ്പോൾ നിങ്ങൾ അത് ഓക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യണം അതൊക്കെ ചെയ്യാം. പുതിയ കോഴ്സുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവിധ എഡിറ്റും ചെയ്ത ശേഷം നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ പേജ് ഒരു പച്ച കളറിലായിട്ട് കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൻസിൽ ഐക്കണൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ പേര്, അഡ്രസ്സ്, ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമാണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇതൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോഴായിട്ട് പ്രിവ്യൂ പേജ് പരിശോധിച്ച് ഒരു തെറ്റുകളും ഒന്നും ഇല്ല, അതുപോലെ ഇനി പുതുതായിട്ട് ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നിങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉറപ്പിച്ച് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരിക. എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു പുതിയ ലിങ്കാണ് കാണാൻ പറ്റുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അത് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.